ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലീബ്രയ്ക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ ബാധിക്കില്ല, റെസൊനേറ്റ് ആവില്ല. അപ്പോൾ റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. ക്രോസ് വാച്ചേഴ്സ് ഇവിടെ വെൽക്കം ആണ് ഈ റീഡിംഗ് കാണാൻ. നിങ്ങൾക്ക് ഈ നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണെന്ന് അറിയണം വെച്ചാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ റീഡിംഗ് കാണാം. ഇത് സൺ മൂൺ റൈസിങ് വീനസ് സൈൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏതും സൈൻ നിങ്ങളുടെ ചാർട്ടിൽ ഈ ലിബ്ര എവിടെയാണ് വെച്ചാൽ ആ സൈനിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം. അതല്ലാണ്ട് ഇതൊരു ജനറൽ മെസ്സേജാണ്. അപ്പോൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ബാധിക്കില്ല. പക്ഷെ നിങ്ങൾക്കൊരു സ്പെഷ്യലായി പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പിന് ചാറ്റ് ഐക്കണുണ്ട്, അവിടെ ചാറ്റ് ചെയ്യാം. ആൻഡ് അവിടെ ഞാനെല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. ജനറൽ റീഡിംഗ് ആകുമ്പോൾ കുറേ ആൾക്കാർ ഈ വീഡിയോനെ കാണാറുണ്ട്. ആൻഡ് എല്ലാവരുടെയും പറഞ്ഞാൽ ചിലപ്പോൾ ചിലവരുടെ എനർജീസൊക്കെ ക്ലാഷ് ആവും. അപ്പോൾ ചില മെസ്സേജസ് അതുകൊണ്ട് റെസൊനേറ്റ് ആവില്ല. അപ്പം നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യണത് കുറേ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയണത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും ആൻഡ് വീഡിയോസ് നിങ്ങൾക്ക് കൂടുതൽ റെസൊനേറ്റ് ആവും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം ആൻഡ് എന്താണ് നിങ്ങളുടെ മെസ്സേജസ് എന്ന് കാണാം. ആൻഡ് ലീബ്ര നിങ്ങളുടെ ലാസ്റ്റ് വീഡിയോ കുറേ വ്യൂസ് ഉണ്ടായി, ലൈക്സ് ഉണ്ടായി. അങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. താങ്ക് യു സോ മച്ച്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ വേഗം നിങ്ങളുടെ വീഡിയോ റിലീസ് ചെയ്യണത്. അപ്പോൾ ഇപ്പം നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്നാൽ അവിടെ എന്താ മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടെന്ന് അവിടെ കാണാം. അപ്പോൾ ലീബ്ര, നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് 5 സോർഡ്സ്. നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിങ്സ് അല്ല, ഇത് ഓവറോൾ എനർജിയാണ്. സോറി, നിങ്ങളുടെ പേഴ്സണിൻ്റെ ഓവറോൾ എനർജി മൂൺ. നിങ്ങൾ രണ്ടാളുടെയും കറണ്ട് സിറ്റുവേഷൻ, നിങ്ങളുടെ രണ്ടാളുടെയും കറണ്ട് സിറ്റുവേഷൻ 3 ഓഫ് സോർഡ്സ് ആണ്. ഇവിടെ നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് 7 ഓഫ് സോർഡ്സ് ആണ്. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 ഓഫ് സോർഡ്സ് ആണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ബ്ലോക്ക് ഈ റിലേഷൻഷിപ്പിൽ ഫൂളാണ്. നിങ്ങളുടെ പേഴ്സണിൻ്റെ സൈഡിൽ നിന്ന് ബ്ലോക്ക് 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ ലീബ്ര ഇവിടെ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ ഓവറോൾ എനർജി 5 സോർഡ്സ് ആണ്. ഇത് ആക്ച്വലി കുറച്ചൊരു നെഗറ്റീവ് എനർജിയാണ്, കുറേ ഗോസിപ്പിൻ്റെ എനർജിയാണ്, കുറേ സാബോട്ടാജിൻ്റെ എനർജിയാണ്. വേറെ ആൾക്കാർ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് കുറേ ഒപ്പീനിയൻസ് തരണ എനർജിയാണ്. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കാം. വേറെ ആൾക്കാർ ഇതിൽ ഈ റിലേഷൻഷിപ്പിനെ സാബോട്ടാജ് ചെയ്യണ എനർജിയും കൂടിയാണ്. അപ്പോൾ കുറേ നെഗറ്റിവിറ്റി ഉണ്ട് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. അപ്പോൾ ആൻഡ് ഇത് ചില സമയത്ത് നിങ്ങളും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ കാര്യത്തിൽ ഫൈറ്റ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സ് അവരുടെ ഇൻ്റർഫിയറൻസ്. അപ്പോൾ അതൊക്കെ കുറച്ചൊരു നെഗറ്റീവ് എനർജിയാണ് ക്രിയേറ്റ് ചെയ്യണത്. നിങ്ങളുടെ ഓവറോൾ എനർജി ആക്ച്വലി നിങ്ങൾ ടയേർഡാണ്. നിങ്ങൾക്കിപ്പോൾ ഈ ഡ്രാമ ഇപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടിപ്പോയി പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ ഇപ്പോൾ ഡീൽ ചെയ്യണം എന്നില്ല, വാക്ക് അവേ ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കണേ. നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിന് മൂന്നാണ്. ഇവിടെ ക്യാൻസർ പൈസീസ് എനർജിയാണ്. ഈ പേഴ്സൺ ആക്ച്വലി ഇവരുടെ സൈഡിൽ കുറേ സീക്രറ്റ്സ് ഉണ്ട്. അവരുടെ കുറേ ഫീലിങ്സും അവർ അങ്ങനെ തുറന്ന് പറയാത്ത ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം. മേ ബി അവർ ഷൈ ആയിരിക്കാം. ബട്ട് എന്തായാലും ഇവർ കുറേ കാര്യങ്ങൾ തുറന്ന് പറയാറില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ല ഈ പേഴ്സൻ്റെ മനസ്സിൽ എന്താ നടക്കണമെന്ന്. അതുമാത്രമല്ല ഈ പേഴ്സൻ്റെ ചില സീക്രറ്റ്സും ഉണ്ടാവും. അപ്പോൾ അതും നിങ്ങൾക്ക് അറിയില്ല എന്താണ് നടക്കണ ഇവരുടെ ലൈഫിൽ. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നതൊരു മൊത്തം ഒരു ക്ലാരിറ്റി ഇല്ലാത്ത സിറ്റുവേഷനാണ്. ഈ പേഴ്സൻ്റെ സൈഡിലും കുറേ ഇമോഷണലാണ് ഈ പേഴ്സൺ ഈ സമയത്ത്. പക്ഷേ അവരുടെ ഫീലിങ്സ് കാണിക്കില്ല. ഓക്കെ, അപ്പോൾ അവരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താ നടക്കണേ ഇവരുടെ ലൈഫിൽ.
3 ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ മ്യൂച്വൽ എനർജി. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ ഹാർട്ട് ബ്രേക്ക് ഉണ്ട്, ഒരു ഡിസപ്പോയിൻമെന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇത് ക്ലാരിഫൈ ചെയ്യാം. ഈ 5 സോഡ്സ് എന്താണ്? 4 ഓഫ് wands. അപ്പോൾ ഈ റിലേഷൻഷിപ്പ്, ഇവിടെ ഒരു റിലേഷൻഷിപ്പ് കാണാണ്ട്, പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞ മാതിരി കുറെ വേറെ ആൾക്കാർ ഇതിനെ സാബോട്ടാജ് ചെയ്യുന്ന എനർജിയും കൂടി ഉണ്ട്. എംപറർ ഏരീസ് എനർജിയാണ് ഇത്. ഫാമിലി മെമ്പേഴ്സും ആവാം, എക്സ്റ്റെൻഡഡ് ഫാമിലി, അവരായിരിക്കാം ഇതിൽ ഇന്റർഫിയർ ചെയ്യണത്. ഏരീസ് എനർജി ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ സൈഡിൽ 3 എന്താണ്? 6 ഓഫ് പെന്റക്കിൾസ്. ഈ പേഴ്സൺ ഞാൻ പറഞ്ഞ മാതിരി അവർ തുറന്നൊന്നും പറയൂണില്ല. അത് മാത്രല്ല അവരുടെ എന്തോ വേറെ സീക്രറ്റ്സും ഉണ്ട്. അവര് നിങ്ങൾക്ക് ഈക്വൽ എഫേർട്ട് അല്ല തരണേ. നിങ്ങൾ ഇടണ എഫേർട്ട് മാതിരി അല്ല ഈ പേഴ്സന്റെ എഫേർട്ട്. അവരെവിടെയോ അവരുടെ പ്രയോറിറ്റി വേറെ എവിടെയോ ആണ്. ഓക്കെ, 7 ഓഫ് പെന്റക്കിൾസ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളോട് എന്തോ ഞാൻ പറഞ്ഞ മാതിരി ഒളിപ്പിക്കേണ്ട ഓരൽസ് എന്തോ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, എന്തിനോ വേണ്ടിയിട്ട് വെയിറ്റ് ആണ് ചെയ്യണത്. അവരൊരു ആക്ഷൻ എടുക്കാൻ ഇപ്പോൾ തയ്യാറല്ല. ഈ റിലേഷൻഷിപ്പിനെ ശരിയാക്കാനും അവർ അങ്ങനെ ഒരു പ്ലാൻ ഒന്നുമില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞ മാതിരി അവരുടെ ലൈഫിലോ അവരുടെ മനസ്സിൽ എന്താ നടക്കണമെന്ന് നിങ്ങൾക്ക് ഫുൾ ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ഈ 3 ഓഫ് സോഡ്സ് എന്താണ് ഇവിടെ? എന്തുകൊണ്ടാണ് ഇവിടെ 3 ഓഫ് സോഡ്സ് കാണുന്നത്? 2 ഓഫ് wands. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ രണ്ടാളും ഇപ്പോൾ ഫ്യൂച്ചറിലേക്കാണ് പ്ലാൻ ചെയ്യണത്. എന്താ ഇപ്പോൾ വേണ്ടതെന്ന് ആണ് നിങ്ങൾക്ക് ആ ഡിസൈഡ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഓൾറെഡി ബ്രേക്കപ്പ് ആയി കഴിഞ്ഞു. പക്ഷെ എന്തായാലും നിങ്ങൾ ബാക്കിയുള്ളവർ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ ആ ഡിസിഷൻ എടുത്തിട്ടില്ല വെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് ആ ക്രോസ് റോഡ്സ് ആണ്. നിങ്ങൾ ആ ക്രോസ് റോഡ്സിലാണ് എന്താ വേണ്ടതെന്ന് അറിയാത്തൊരു എനർജിയാണ്. ഇവിടെ ഡെഫിനറ്റ്ലി ചാലഞ്ചസ് കുറേ ഉണ്ട്. അപ്പോൾ എങ്ങനെയാ ഇതിൻ്റെ ഈ ചാലഞ്ചസിനെ ഡീൽ ചെയ്യണോ, ഗിവ് അപ്പ് ചെയ്യണോ, ബ്രേക്കപ്പ് ചെയ്യണോ, എന്താണ് ഫ്യൂച്ചർ, അതൊക്കെ അറിയാത്തൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാം ഈ പേഴ്സൺ എന്തോ ഒളിപ്പിക്കേണ്ടെന്ന്. എന്തോ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് അല്ല ഈ പേഴ്സൺ. ഓക്കെ, എന്തോ നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാണ്ട് എന്തോ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അത് അറിയാം. അങ്ങനെയാണ് നിങ്ങൾ അവരെ കാണുന്നത്. എന്തോ ഒളിപ്പിക്കുന്നുണ്ട്, എന്തോ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. ഈ പേഴ്സൺ ഓണസ്റ്റ് അല്ല. അങ്ങനെയാണ് നിങ്ങൾ ഈ പേഴ്സണെ കാണുന്നത്. അതല്ല വെച്ചാൽ ഈ പേഴ്സൺ അവരുടെ ഫീലിങ്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല, അവർ റെസ്പോൺസിബിലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല. എന്തെങ്കിലും ഉണ്ടായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റാൻഡപ്പ് ചെയ്യില്ല, നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല. അവർ ആ സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും എസ്കേപ്പ് ചെയ്യാനാണ് നോക്കണത്. അപ്പോൾ ഈ പേഴ്സന്റെ എനർജി 2 ഓഫ് സോഡ്സ് ആണ്. പറഞ്ഞാൽ അവരുടെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ പേഴ്സണ് തോന്നുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ഒരു സ്റ്റാൻഡ് എടുക്കണില്ല, നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കണില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടാവണേ. അവർക്കും അറിയില്ല എന്താ വേണ്ടതെന്ന്. അവർ നിങ്ങളുടെ ഡിസിഷനാണ് വെയിറ്റ് ചെയ്യണത്, അവർ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഗോ അഹെഡിനാണ് വെയിറ്റ് ചെയ്യണത്. പക്ഷെ ഈ പേഴ്സണ് തോന്നുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, നിങ്ങൾ ഒരു കാര്യം ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ക്ലാരിറ്റി മുഴുവല്ല. നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയില്ല. അറിയാണ്ടാണ് നിങ്ങൾ റിയാക്ട് ചെയ്യണത്. കുറേയൊക്കെ നിങ്ങൾ ഇമ്പൾസീവ് ആണ്. അങ്ങനെയാണ് ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത്. അപ്പോൾ ചാലഞ്ച് ഇവിടെ നിങ്ങളുടെ സൈഡിൽ എന്താ വെച്ചാൽ ഫൂൾ. അപ്പോൾ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കുക. ഇവിടെ ഒരു ട്രസ്റ്റ് ഫാക്ടർ മിസ്സിംഗ് ആണ് നിങ്ങളുടെ സൈഡിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് ആക്ച്വലി പറയണത് എന്താ വെച്ചാൽ ഈ കാര്യത്തിലൊക്കെ എല്ലാം ട്രസ്റ്റ് ആണ്. നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടായാലേ ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോലൂ. ഇല്ല വെച്ചാൽ ഇതിൽ എപ്പോഴും ബ്ലോക്കേജസ് ഉണ്ടാവും. എന്നാ വെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് ഒരു ഫൂൾ, ഒരു ഫ്രീ സ്പിരിറ്റഡ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കുന്ന ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. ചാൻസസ് എടുക്കുന്ന ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. പക്ഷെ നിങ്ങൾക്ക് ഈ പേഴ്സണിന്റെ കൂടെ ചാൻസ് എടുക്കണമെന്ന് തന്നെ അറിയില്ല. ഓക്കെ, നിങ്ങൾക്ക് ഈ പേഴ്സണെ ട്രസ്റ്റ് ചെയ്യണം എന്ന് തന്നെ അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ കമ്മിറ്റ്മെന്റ് ഇഷ്യൂ ആണ് വെച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു ഫോക്കസ് ഇല്ല, ഒരു ഡയറക്ഷൻ ഇല്ല, കമ്മിറ്റ്മെന്റ് ഇല്ല, ഒന്നുമില്ല.
ഈ പേഴ്സന്റെ സൈഡിൽ ഏറ്റവും വലിയ ചാലഞ്ച് 9 ഓഫ് പെന്റിക്കിൾസ് ആണ്. അവരുടെ കരിയറിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടാവും, അവർ ബിസിനസ്സിലാണ് വെച്ചാൽ എന്തോ മണി റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവും. അതല്ല വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞ മാതിരി കമ്മിറ്റ്മെന്റ് അവർക്കൊരു വലിയ ഇഷ്യൂ ആയിരിക്കാം. അവർക്ക് മേ ബി കമ്മിറ്റ്മെന്റിന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കില്ല. ആൻഡ് അവർക്ക് ഈ സമയത്ത് അവരുടെ കരിയറിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഇത് ക്ലാരിഫൈ ചെയ്യാം. ഈ 7 ഓഫ് സോഡ്സ് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് എന്തുകൊണ്ടാണ് 10 ഓഫ് പെന്റിക്കിൾസ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സൺ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്കും അത് ഒരു നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് അങ്ങനെയാണ്. അത് ഈ പേഴ്സൺ കമ്മിറ്റ്മെന്റ് റെസ്പോൺസിബിലിറ്റി എടുക്കാത്ത ഒരു പേഴ്സൺ ആണെന്ന്. 2 ഓഫ് സോഡ്സ് ഈ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് എന്തെന്നാണ്, ഈ പേഴ്സണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലവ് ഉണ്ട്, പക്ഷെ അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് ഫീലിംഗ് എന്താ വെച്ചാൽ നിങ്ങൾ കമ്മിറ്റഡ് അല്ല, നിങ്ങൾക്ക് ഷുവർ അല്ല. അങ്ങനെയാണ് ഈ പേഴ്സൺ അങ്ങനെയാണ് ചിന്തിക്കണത്. എന്നുവെച്ചാൽ 2 ഓഫ് സോഡ്സും 3 ഓഫ് കപ്സും നൈറ്റ് ഓഫ് കപ്സ് ഒക്കെ റൊമാൻസ് ആണ്. റൊമാൻറ്റിക് സിറ്റുവേഷൻ ഉണ്ട്, റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ട്. പക്ഷെ ഈ പേഴ്സൺ അവർക്ക് ആ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, അത് ഇതിൽ കമ്മിറ്റ് ചെയ്യണോ വേണ്ടേന്ന്. ഫൂൾ എന്തുകൊണ്ടാണ് ഇവിടെ ചാലഞ്ച് ആയിട്ട് കാണുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങളൊരു ഡിസിഷൻ എടുക്കാൻ പോകുന്നുണ്ട് വെരി സൂൺ. എന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു ഫ്യൂച്ചർ ഇല്ല വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ എൻഡ് ചെയ്യും. ഓറൽസ് ഈ റിലേഷൻഷിപ്പിൽ ഒരു റീകൺസിലിയേഷൻ്റെയും ചാൻസ് ഉണ്ടാവില്ല. 2 ഓഫ് കപ്സ് ഈ പേഴ്സന്റെ സൈഡിൽ, ഈ പേഴ്സന്റെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലവ് ഉണ്ട്, പക്ഷെ അവർക്ക് കമ്മിറ്റ് ചെയ്യണ്ട. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ആക്ഷൻ ഉണ്ടാവുക ഫ്യൂച്ചറിൽ? നിങ്ങൾ എന്താ ആക്ഷൻ എടുക്കുക? 6 ഓഫ് വാൻഡ്സ്, ടെമ്പറൻസ്, കിങ് ഓഫ് കപ്സ്. നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ഒരു പുതിയ പേഴ്സൺ ഒരു പുതിയ പേഴ്സൺ ഇവിടെ കാണാണ്ട്. ഓക്കെ, കിങ് ഓഫ് കപ്സ് ഒരു സ്കോർപിയോ എനർജിയാണ്. അപ്പോൾ ഞാൻ കാണുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറേ വേറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, വേറെ ഓപ്ഷൻസും ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഒരു പുതിയ ഡിറക്ഷനിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നുണ്ടാവുക. ഇവിടെ നിങ്ങളുടെ ജോലി കരിയർ ആണ് വെച്ചാലും ഇവിടെ നല്ല സ്കോപ്പ് ഉണ്ട്, നിങ്ങൾക്ക് നല്ല ഫെയിം റെക്കഗ്നിഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സണെ നിങ്ങൾ കൂടുതൽ അങ്ങനെ പെർസ്യൂ ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളുടെ ലൈഫിൽ അതല്ലാണ്ട് വേറെ ഒരു പേഴ്സണും വരുന്നുണ്ട്, ഒരു പുതിയ പേഴ്സണും വരുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ശരിയായി തോന്നുന്ന വെച്ചാൽ ഏത് റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് ആ സ്റ്റെബിലിറ്റി തരണ വെച്ചാൽ നിങ്ങൾ ആ ഡയറക്ഷനിലേക്കാണ് പോണേ. ഈ പേഴ്സന്റെ സൈഡിന് എന്തായിരിക്കും ആക്ഷൻ? ഈ പേഴ്സൺ ടോട്ടലി ഡിസിൻട്രസ്റ്റഡ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ആൻഡ് അവരുടെ സൈഡിന് ആക്ഷൻ ഉണ്ടായാലും കുറേ സമയമെടുക്കും. മോസ്റ്റ്ലി ഇവിടെ ഞാനൊരു എൻഡിങ് ആണ് കാണുന്നത്. പക്ഷെ ഈ പേഴ്സന്റെ ട്രാൻസ്ഫോർമേഷൻ, ഒരു പുതിയ എനർജി ഓരൽസ് ഒരു ഡിഫറെന്റ് എനർജി വരാൻ തന്നെ അവർക്ക് കുറെ സമയമെടുക്കും. ഓക്കെ, അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാനൊരു പ്രോഗ്രസ് ഈ മാസം കാണുന്നില്ല. എന്താണ് ഔട്ട്കം? ഈ റിലേഷൻഷിപ്പിന്റെ ഔട്ട്കം 6 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു റീകൺസിലിയേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, പക്ഷെ അത് ഇപ്പോൾ ഉണ്ടാവില്ല, എന്തായാലും ഈ മാസം ഉണ്ടാവില്ല. ഹെർമിറ്റ് വെർഗോ എനർജിയാണ്, ഇതൊരു സെപ്പറേഷൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ സെപ്പറേഷൻ കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു റീകൺസിലിയേഷൻ ഉണ്ടാവാൻ വഴിയുണ്ട്. എന്നുവെച്ചാൽ ഇവിടെ 6 ഓഫ് കപ്സ് ഉണ്ട്, ഹെർമിറ്റ് ഒരു സെപ്പറേഷൻ ആണ്, ആൻഡ് പിന്നെയാണ് ജസ്റ്റിസ് വരണേ. അപ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഇവിടെ ഒരു റീകൺസിലിയേഷൻ്റെ ചാൻസ് ഉണ്ടാവുക. ജസ്റ്റിസ് ലീബ്ര എനർജിയാണ്, ഹെർമിറ്റ് വെർഗോ എനർജിയാണ്. ഇവിടെ സ്കോർപിയോ കാണാണ്ട്, ഫയർ സൈൻ ഉണ്ട്, ഏരീസ് ലിയോ സാജിറ്റേറിയസ്, ആൻഡ് വാട്ടർ സൈൻസും ഉണ്ട്, പൈസീസ് ക്യാൻസർ സ്കോർപിയോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്. അപ്പോൾ നമ്മൾക്ക് ഈ പേഴ്സണിന്റെ എന്താണ് മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് നോക്കാം. ഈ പേഴ്സൺ എന്താണ് നിങ്ങളോട് എന്താണ് അവർക്ക് പറയേണ്ടത് ഈ സമയത്ത്? The timing just wasn't right for us. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഈ സമയത്ത് ഈ റിലേഷൻഷിപ്പിന്റെ ടൈമിംഗ് ഓഫ് ആണ്. ഓക്കെ, ഇവിടെ ഞാൻ ഒരു റീകൺസിലിയേഷൻ കാണുന്നില്ല, പക്ഷെ ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഉണ്ടാവും. ഐ റീപ്ലേ ആർ കോൺവെർസേഷൻസ് ഓവർ ആൻഡ് ഓവർ. അപ്പോൾ ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഐ വോണ്ട് ടു ബി മോർ ദാൻ ഫ്രണ്ട്സ്. അപ്പോൾ ഈ പേഴ്സണിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലവ് ഉണ്ട് ഞാൻ പറഞ്ഞ മാതിരി, പക്ഷെ ആ കമ്മിറ്റ്മെന്റ് ഇവിടെ ഇല്ല. ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദ സ്പിരിച്വൽ ലെസൺ.
ഓക്കെ, അപ്പോൾ ഇതാണ് മെസ്സേജ് ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന്. ഐ കുഡന്റ് ലെറ്റ് യു ഗെറ്റ് ക്ലോസ് ടു മീ, അതും വീണു. അപ്പോൾ ആ മെസ്സേജും ഉണ്ട് ഇവിടെ. ഐ കുഡന്റ് ലെറ്റ് യു ഗെറ്റ് ക്ലോസ് ടു മീ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജസ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഒരു പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ ബുക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ നിങ്ങളുടെ എനർജി കുറിച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കോൺടാക്ട് ഡീറ്റെയിൽസ്. വേഗം ബുക്ക് ചെയ്യുക, ലിമിറ്റഡ് സെഷൻസേ ഉള്ളൂ ബാക്കി. അപ്പോൾ വേഗം ബുക്കിംഗ് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ.